രക്തധമനികൾ തിളക്കുന്നു. സ്വഭാവം മോശന്നേ. കാലിൻ്റെ നീര് കണ്ടോ? സഹിക്കാൻ പറ്റാത്ത നീരാ. സഹിക്കാൻ പറ്റാത്ത നീര കാലിൽ. അത് തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകൾ. കുറേ സമയം നിന്നിട്ടും ഇരുന്നിട്ടൊക്കെ. പ്രതി എഞ്ചിനീയറിംഗ് കോളേജിലെ രായൻ്റെ മന്ദനേൻ്റെ ഇടയിൽ സുഖിക്കുന്നു. നമ്മളെ കാല് കൈയൊക്കെ വണ്ണം വെച്ച് നീര് വെച്ച്. കളറ് പിന്നെ പോട്ടെ, എന്തോ അസുഖം ബാധിച്ച പോലെ ആയിപ്പോയി കാലെല്ലാം. നിറച്ച സ്കിന്നിൻ്റെ പ്രശ്നം വന്നു. തെരുവിലെ കൊതു. ഇനിയിപ്പം നഗ്നത കാണിച്ചു എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടരുത്. ഇത് കാലാണ്. കാല് 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 കാലിന് നഗ്നതയുണ്ടോ? അറിയില്ല. കാല് നഗ്നതയിൽ പെട്ടതാണോ? എത്ര വരെ കാണിച്ചാലും ശരിക്കും നഗ്നത അറിയാത്തോണ്ടോ ഇപ്പോന്ന്? നമ്മൾ എത്ര വരെ കാണിച്ചാലും ശരിക്കും നഗ്നത? അത് കട്ട് ചെയ്ത് കാണിച്ചാൽ മതിയല്ലോ. എവിടെയാണ് നഗ്നത? കാലാണ്. കാല് കാല് ഇതോ. ഇതിലും അപകടം. ഇതും അതിലും അപകടം. രക്തം കട്ട കെട്ടിയിട്ട് നീര് വെച്ചതേ കാണുന്നു. ഏതോ നാട്ടിലില്ല തെമ്മാടിത്തര എഴുതി വെച്ചിട്ട് തെരുവിലിരുന്നിട്ട് കിട്ടിയത് ഇത്. 7 ദിവസം തെരുവിലിരുന്നു. ഇനിയിപ്പം നഗ്നത കാണിക്കണമെങ്കിൽ ചിലപ്പോൾ കാണിക്കും. നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആരെയും സാഹചര്യമാണല്ലോ എല്ലാറ്റിനെയും ആള്. പിന്നെ വളരെ അപകടം. ഒരു കാലം ഡോക്ടറൊന്നും കാണിക്കുന്നില്ല. ഇനി ഇത് നഗ്നതയെന്ന് പറഞ്ഞിട്ട് വെള്ളം വെക്കുമോ? മൊത്തം നീരാ. മൊത്തം ഞരവിനൊക്കെ പ്രശ്നമാണ്. നീര, മൊത്തം നീര. എല്ലാ ഭാഗവും നീര്. ഇതെന്താ സംഭവം എന്നറിയില്ല. വരുമ്പില്ല. ഇതുണ്ട്. അതിലും ഭയങ്കര ഇവിടെയാണ്. സഹിക്കാൻ പറ്റാത്ത നീര. എന്താണ് ഇതെന്നൊന്നൊരു പിടി കിട്ടുന്നില്ല. അറിയുന്നവരൊന്ന് പറഞ്ഞു തരണേ, ഇതാണോ നഗ്നതാന്ന്? നമുക്കിപ്പോൾ പെട്ടെന്ന് നഗ്നത ഏതാന്നൊന്നും മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ ഇന്ന് വരെ നഗ്ന വീഡിയോ ഇട്ടിട്ടില്ല. അതിപ്പോൾ നഗ്ന വീഡിയോ ആണെന്ന് പറയുമ്പോൾ ഏതാ നഗ്നത, ഏതാ നഗ്നത അല്ലാത്തത് ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു മന്ദബുദ്ധിയായിപ്പോയോ സംശയമുണ്ട്. കുറച്ച് ദിവസം കൊണ്ട് ഇതിലേതാ നഗ്നത എന്നൊന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. 2 കാലും കാണിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. വളരെ അപകടം. മരിച്ച പ്രതികളെ രക്ഷപ്പെടൂലേ? അപ്പം ഇനി ആരെങ്കിലും കാണിക്കാം. ഇനിയില് വല്ല നഗ്നതയും കണ്ടിട്ടുണ്ടെങ്കിൽ സഹിച്ചോ. ഇതാണോ നഗ്നത?
സഹിച്ചോളൂ. ഓരോ തരത്തിലല്ലേ നഗ്നത ഫീൽ ചെയ്യുന്നത്. ഇവിടെ നഗ്നത ഫീൽ ചെയ്യുന്നവരുണ്ട്, പല സ്ഥലത്ത് നഗ്നത ഫീൽ ചെയ്യുന്നവരുണ്ട്. ഇതിപ്പോൾ 6 ദിവസം കൊണ്ട് കിട്ടിയ നഗ്നതയാണ്. സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. എന്നാലും പിന്നോട്ടില്ല. ഇത് പോലീസ് ഉപദ്രവിച്ചതൊന്നുമല്ല, ഇനി അങ്ങനെ വിചാരിക്കണ്ട. അവളെ കൊണ്ടുപോയി പോലീസ് തല്ലിച്ചതച്ചു എന്നൊന്നും വിചാരിക്കണ്ട. ഒരാളും തൊട്ടില്ല എന്ന് മാത്രമല്ല, എന്താ പറയണ്ട, അവരോടൊന്നുമില്ല നന്ദി വാക്കുകളിൽ ഒതുങ്ങൂല. കേട്ടല്ലോ. ഇതാണ് എൻ്റെ അവസ്ഥ. പിന്നോട്ടില്ല, എന്തായാലും പിന്നോട്ടില്ല.